Welcome back to our class. Today we discuss a conservative vector field. അപ്പം ഇത് മേ ബി നിങ്ങൾ ഫിസിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടൊരു കൺസെപ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരു ഫംഗ്ഷൻ ഫൈ എന്നുള്ളതൊരു സ്കാലർ വാല്യൂഡ് ഫംഗ്ഷൻ, ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് ഒരു സ്കാലർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്താണെന്ന് ഇതിന് മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ ഡെൽ ഫൈ എന്നുള്ളത് ഡോ ഫൈ ബൈ ഡോ എക്സ്, അതായത് ഫൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഇൻറ്റു കെ അല്ലേ. ഒരു സ്കാലർ വാല്യൂഡിന് അതിന് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു ഗ്രേഡിയൻറ്റ് ഫംഗ്ഷൻ നമ്മൾ അത് യൂസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. അപ്പം ഒരു ഫംഗ്ഷന് ഫീൽഡ് എഫ് തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, എഫ് ഈസ് എ വെക്റ്റർ ഫീൽഡ്. ആ വെക്റ്റർ ഫീൽഡ് എപ്പോഴാണ് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്? F is said to be a conservative vector field if there exists a function phi of xyz such that F is equal to del phi. A vector function F in 2 space or 3 space. 2 സ്പേസിലായാലും നമുക്ക് പറയാം, 3 സ്പേസിലാണെങ്കിലും പറയാം. ഓക്കെ, a vector function f in 2 space or 3 space is said to be conservative vector field if there exists a scalar valued function phi of x y z such that f is equal to del phi. അതായത് f can be written as the gradient of a scalar valued function phi. The field can be written as the gradient of the scalar valued function phi, that is f can be written as del phi. Okay, sometimes we call it is conservative vector field എന്ന് പറയും. അതല്ലെങ്കിൽ നമുക്ക് എന്തും കൂടെ പറയും, gradient vector field എന്ന് പറയും കേട്ടോ. Gradient vector field. Okay, then this scalar valued function phi അല്ലേ, ഫൈന് നമ്മൾ എന്താണ് പറയുക കേസിൽ പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഓഫ് എഫ് എന്ന് പറയും. എന്താണ് പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഫോർ എഫ്? പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഫോർ എഫ്. അപ്പോൾ നൊട്ടേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എഫ് ഒരു ആ ഫീൽഡ് നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഫീൽഡിന് പൊട്ടൻഷ്യൽ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയും. അതല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഫീൽഡ്. ആ കറസ്പോണ്ടിന് അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്കെലാർ ഫംഗ്ഷൻ ഫൈ ഉണ്ടല്ലോ, അതിനെയാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയായിരിക്കും. ഏതെങ്കിലും ഒരു എഫ് തന്നിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡ് തന്നിട്ട് അത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പറയുക, അപ്പോൾ അത് ഈ ഒരു എഫ് തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ഇതേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഇതിന് മുന്നത്തെ സെമസ്റ്ററിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതല്ലെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾ എന്തായാലും ചെയ്യാൻ ഞാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന് റിലേറ്റഡ് ആയിട്ട് 2 കുഞ്ഞു തിയറംസ് ഉണ്ട്. തിയറത്തിൻ്റെ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രൂഫാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ് കേട്ടോ. പക്ഷേ പ്രൂഫ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി, സ്കിപ്പ് ചെയ്യാണ്. പ്രൂഫിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് തിയറംസ് എന്ന് പറഞ്ഞാൽ ഇത് കൺസർവേറ്റീവ് ഫീൽഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള 2 തിയറംസാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡ് എഫ് തന്നു കഴിഞ്ഞാൽ അത് കൺസർവേറ്റീവ് ആണോ എന്ന് നോക്കാൻ ഏതോ ഒരു ഫംഗ്ഷൻ ഫൈ, ആ ഫൈൻ്റെ ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടിട്ട് ഇതും തന്നിട്ടുള്ള എഫും ഈക്വൽ ആണോ എന്നൊക്കെ നോക്കണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ട് തിയറംസ് ഉണ്ട്. അപ്പോൾ തിയറംസ് എന്ന് പറയുമ്പം ഒരുപാട് ലാർജായ തിയറംസ് ഒന്നുമല്ല, ഇത് കൺസർവേറ്റീവ് ഫീൽഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ 2 സ്പേസിലും 3 സ്പേസിലും നമുക്ക് 3 സ്പേസ് പറഞ്ഞാൽ തന്നെ അതിന് സബായിട്ട് വരും 2 സ്പേസ്. അപ്പോൾ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു കെ be a field whose component functions have continuous first partial
derivatives. Continuous first partial derivatives. Then f is conservative. If and only if ആണോ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം. if and only if dou p by dou y is equal to dou q by dou x, dou q by dou z is equal to dou r by dou y, and dou r by dou x is equal to dou p by dou z. Okay, if and only if സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഫീൽഡ് എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. തിരിച്ച് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്. രണ്ടും പറയാം നമുക്ക്. അപ്പോൾ ഇതൊരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മൾ കമ്പോണൻസ് എഫ് എന്ന് പറയുന്നത് 3 സ്പേസിലുള്ള തിയറാണ് കേട്ടോ. അപ്പോൾ എക്സും വൈയും സെറ്റും 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഓരോ വേരിയബിൾസും ഓരോ കമ്പോണൻറ്റിലും ഈ 3 വേരിയബിൾസ് ഉണ്ടാവുമല്ലോ. പി ഓഫ് എക്സ് വൈ സെറ്റ്, ക്യൂ ഓഫ് എക്സ് വൈ സെറ്റ്, ആർ ഓഫ് എക്സ് വൈ സെറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരാം? ഇവിടെ ഈ പീനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ ചെയ്യുന്നു, വൈ ചെയ്യുന്നു, ക്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഓക്കെ, ദെൻ നമ്മളിവിടെ വൈയും സെറ്റും കൂടിയാണ് ചെയ്യുന്നത്, ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ. നെക്സ്റ്റ് എക്സും സെറ്റും കൂടി ചെയ്യുക. ഇവിടെ ഡോ പി ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ ഒരു ഐഡിയ വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. തിരിച്ച് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ ഫീൽഡ് കൺസർവേറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. നമുക്കൊരു ഫംഗ്ഷൻ എഫ് തന്നിട്ട് ആ ഫംഗ്ഷൻ ഒരു കൺസർവേറ്റീവ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പോണൻറ്റ് വൈസ് ആയിട്ട് ഈ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഈ ഇക്വാളിറ്റിയൊക്കെ ഈ 3 ഇക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യാൻ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നൊന്നും സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ. അപ്പോൾ ഈ ഇക്വാളിറ്റീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു മെത്തേഡാണ് നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇതുപോലെ പറഞ്ഞു 3 സ്പേസ് ആണ്. ഇതുപോലെ 2 സ്പേസ് ആണെങ്കിലോ ഇതിൻ്റെ കൊറോളറി ആയിട്ട് വരുന്ന നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു 2 സ്പേസ് എന്ന് പറയുമ്പം ജസ്റ്റ് പി ഓഫ് എക്സ് വൈ ഇൻറ്റു ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഇൻറ്റു ജെ എന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. പി എഫ് ഫീൽഡ് ഹൂസ് കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഓക്കെ, നിങ്ങൾ എഴുതുക. ദെൻ എഫ് ഈസ് കൺസർവേറ്റീവ്. നോട്ടൊക്കെ പക്കയായിട്ട് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ദെൻ എഫ് ഈസ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി. ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റും. ഇവിടെ നമുക്ക് 3 വേരിയബിൾ വൈയും എക്സും വൈയും സെറ്റും വന്നുകൊണ്ടാണ് ഇത്രയും വന്നത്. ഈ 3 കേസിലെ ആദ്യം എക്സും വൈ വിത്ത് റെസ്പെക്ട് എക്സും വൈയും നോക്കി, ദെൻ വിത്ത് റെസ്പെക്ട് സെറ്റും വൈയും, ദെൻ എക്സും സെറ്റും അല്ലേ. 3 വേരിയബിൾ ഉണ്ടാകുമ്പോൾ അത്രയും കേസ് വരും. പക്ഷേ ഇവിടെ എന്തേ ഉള്ളൂ? ജസ്റ്റ് 2 വേരിയബിൾ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടാവുന്നത് ഏതാണ് വരിക? പീനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുക, ക്യൂവിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ചെയ്യുക. ദാറ്റ് ഈസ് ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. 2 വേരിയബിൾ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഒരുപാട് സിമ്പിളാണ്. ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്നാണെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണ്. തിരിച്ച് ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെങ്കിൽ അത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 2 സ്പേസ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 3 സ്പേസ് ആണെങ്കിൽ ഈ 3 ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് തിയറം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ്, ഈ തിയറത്തിൻ്റെ ഒരു സൈഡ് വളരെ ഈസിയാണ്, ഒരു സൈഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊന്നും പക്ഷേ നമുക്ക് സിലബസിലില്ല. ഈ ഈസിയുള്ള സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ഡെഫിനിഷൻ തന്നെ വരുന്നതാണിത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും നമ്മുടെ സിലബസിൽ ഇല്ലതാണ്. ഓക്കെ, അത്യാവശ്യം തൽക്കാലം നമുക്ക് ഈ ഒരു ഇക്വേഷൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞു പോകുന്നത്. ദെൻ ആ തിയറി തന്നെ നെക്സ്റ്റ് കൊറോളറി ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്.
let f is equal to p of xyz into I plus q of xyz into j plus r of xyz into k be a field whose component functions have first order continuous partial derivatives. Okay, then f is conservative if and only if curl f is equal to 0. curl f എന്ന് പറഞ്ഞാൽ del cross f. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതും ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ട് ഭാഗം ശരിയാവും. കൺസർവേറ്റീവ് ആണെങ്കിൽ കേൾ എഫ് ഈസ് ഈക്വൽ ടു 0, തിരിച്ച് കേൾ എഫ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഈസ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ തിയറത്തിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ പോലെ വരുന്ന സംഭവമാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്കറിയാം ഡെൽ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, കേൾ എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ബൈ ഡെഫിനിഷൻ. കേൾ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്കറിയാം ചെയ്തിട്ടില്ലേ, ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ദെൻ തേർഡ് റോയിൽ നമ്മൾ എന്ത് ചെയ്തത്, നമുക്ക് തന്ന ഫംഗ്ഷൻ്റെ കമ്പോണൻസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഫിൻ്റെ കമ്പോണൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് പി ക്യു ആർ ആണ്. ഓക്കെ, ദെൻ പി ക്യു ആർ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് പി ക്യു ആർ, ഇതാണ് നമ്മുടെ കേൾ എഫ്. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്ത ഡിറ്റർമിനൻറ്റ് കണ്ടാൽ നമുക്ക് എന്താണ് കിട്ടുക ശരിക്കും. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഇൻറ്റു ഐ എന്നുണ്ടാവും അല്ലേ, മൈനസ് ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെറ്റ് പ്ലസ് കെ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. ഓക്കെ, ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. നോർമലി നമ്മൾ ഡിറ്റർമിനൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെന്ത് വരും, നമുക്കറിയാം നമ്മൾ 3 റിലേഷനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഈസ് കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എഫ് ഈസ് കൺസർവേറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ആ തിയറം ഒന്നും കൂടി ഞാൻ എഴുതുന്നത് മാത്രം. എഫ് ഈസ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി നമ്മൾ ഏതൊക്കെയാണ് റിലേഷൻസ് പറഞ്ഞത്, ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞത് ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു. ദെൻ പറഞ്ഞത് എന്താണ്, ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറഞ്ഞു. ദെൻ ലാസ്റ്റായിട്ട് പറഞ്ഞത് ഡോ പി ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ്. ഈ 3 റിലേഷനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഏതൊക്കെയാണ്, ഫസ്റ്റ് ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെറ്റ്, എന്താണ് ഇതാണ് ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെറ്റ്. സോ ദിസ് ഈക്വൽ ടു 0, 0 എന്ന് വരും. ഇവിടെ ഇവിടെ ഇതാണ് ഡോ ആർ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ്. സോ ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 0 ഇൻറ്റു ജെ. ദെൻ നെക്സ്റ്റ് ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ. സോ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. സോ 0 ഇൻറ്റു കെ. സോ ടോട്ടലി ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്, ഇപ്പോൾ എഫ് ഈസ് കൺസർവേറ്റീവ് ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0, ഡെൽ ക്രോസ് എഫ് ആണ് പി കണ്ടുപിടിച്ചതല്ലേ. ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ എന്തുകൊണ്ട് ഇത് നമ്മൾ എഴുതാൻ കാരണം എന്താണ്, ഇവിടെ കൺസർവേറ്റീവ് ആയതുകൊണ്ട്. സോ ഡെൽ ക്രോസ് എഫ് ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി എഫ് ഈസ് കൺസർവേറ്റീവ്. സോ ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് വൈ സെഡ് ഇൻറ്റു ഐ പ്ലസ് എക്സ് സെഡ് മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ജെ പ്ലസ് എക്സ് വൈ plus z into k is conservative and hence find a potential function for it. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണുക എന്നുള്ളതാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിന് തിയറി പറയാതെ ജസ്റ്റ് ഒരു പ്രോബ്ലത്തിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. തിയറി എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ആകുമ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് നമുക്കത് പറഞ്ഞു പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഇതൊരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡാണ്. കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ കൺസർവേറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ എക്സിസ്റ്റ് ചെയ്യുമല്ലോ. ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
അപ്പോൾ നമ്മൾ കൺസർവേറ്റീവ് ആണ് എന്നുള്ളതിന് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ തിയറി അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എന്ന് പറയാം. ഓക്കെ, ആ ഒരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഗിവൺ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് വൈ സെഡ് ഇൻറ്റു ഐ പ്ലസ് എക്സ് സെഡ് മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ജെ പ്ലസ് എക്സ് വൈ പ്ലസ് സെഡ് ഇൻറ്റു കെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കമ്പോണൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് വരിക? ഹിയർ കമ്പോണൻറ്റ് ഫങ്ഷൻസ് ആർ, ഇത് 3 സ്പേസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെയ്യാനുണ്ടാവും. 2 സ്പേസ് ആകുമ്പോൾ അത്ര തന്നെ ഉണ്ടാവില്ല. ഹിയർ കമ്പോണൻറ്റ് ഫങ്ഷൻസ് ആർ പി എന്താണ് വരുന്നത്, പി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് വൈ സെഡ്, ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് സെഡ് മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സെഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ മനസ്സിൽ വേണം. അപ്പോൾ അതനുസരിച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഡോ പി ബൈ ഡോ വൈ വേണം, ദെൻ ഡോ ക്യൂ ബൈ ഡോ എക്സ് വേണം, പിന്നെ ചെയ്യുന്നത് ഡോ ക്യൂ ബൈ ഡോ സെഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡോ ആർ ബൈ ഡോ വൈ ചെയ്യുന്നുണ്ട്, ദെൻ ഡോ ആർ ബൈ ഡോ എക്സും ചെയ്യുന്നുണ്ട്, ഡോ പി ബൈ ഡോ സെഡ് അല്ലേ. എല്ലാത്തിനും 2 വീതം ഉണ്ടാവും. പിക്ക് എക്സും വൈ എക്സ് എല്ലാത്തൊക്കെ ഉണ്ടാവും. ഡോ പി ബൈ ഡോ വൈ ഉണ്ടാവും, ഡോ പി ബൈ ഡോ സെഡ് ഉണ്ടാവും. ക്യൂക്ക് എക്സ് വൈ എല്ലാത്തൊക്കെ ഉണ്ടാവും. ഡോ ക്യൂ ബൈ ഡോ എക്സ് ഉണ്ടാവും, ഡോ ക്യൂ ബൈ ഡോ സെഡ്, ഡോ ആർ ബൈ ഡോ വൈ, ഡോ ആർ ബൈ ഡോ എക്സ്. ഓക്കെ, അത് രീതിയിൽ അപ്പോൾ ഒക്കെ ഓരോന്നായിട്ട് കാണാം. ദെൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഡോ പി ബൈ ഡോ വൈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളാണോ ചെയ്യുന്നത്, റിമൈനിങ് വേരിയബിൾസൊക്കെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. നമ്മൾ വിത്ത് റെസ്പെക്ട് ചെയ്യാത്ത ബാക്കിയുള്ള വേരിയബിൾസിനൊക്കെ കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഡോ പി ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു വൈ ട്രീറ്റിംഗ് എക്സ് ആൻഡ് സെഡ് ആസ് കോൺസ്റ്റൻറ്റ്. ഡെറിവേറ്റീവ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു വൈ ട്രീറ്റിംഗ് എക്സ് ആൻഡ് സെഡ് ആസ് കോൺസ്റ്റൻറ്റ്. എക്സിനെയും സെറ്റിനെയും കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ റെസ്റ്റ് എക്സിൻ്റെ കോസ് വൈ എന്ന് പറയുമ്പോൾ വൈനെ ഡെറിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ വൈ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ മൈനസ് എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. ഇവിടെ വൈയും വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എന്തേലും സെറ്റ് എന്ന് വരും. ഓക്കെ, ദെൻ ഡോ ക്യൂ ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വരും നമുക്ക് സെഡ് മൈനസ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ, വൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സൈൻ വൈയും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദെൻ ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ക്യൂനെ വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ ചെയ്യാണ്. വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ ചെയ്യുമ്പം ഇവിടെ എന്താണ് വരിക, എക്സ് എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്താണ്, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ ഡെറിവേറ്റീവ് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഡോ ആർ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ ഇവിടെ 0 എന്ന് വരും. സോ എക്സ് എന്ന് വരും. ദെൻ ഡോ ആർ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പം വൈ എന്നാണ് വരിക. ദെൻ 0 എന്ന് വരും. സോ വൈ മാത്രം വരും. ഡോ പി ബൈ ഡോ സെറ്റ്, പിന്നെ വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ ചെയ്യുക നമ്മൾ. ഇപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ ചെയ്യുമ്പോൾ ഈ ടേം 0 ആണ് വരിക. ദെൻ ഇവിടെ വൈ എന്ന് വരും. സോ വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എഴുതിക്കൂടെ ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ സെഡ് മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഡോ ക്യൂ ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ. സോ ഡോ ആർ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ സെറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 3 പാർഷ്യൽ ഡെറിവേറ്റീവ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഗിവൺ ഫീൽഡ് എഫ് ഈസ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഈസ് കൺസർവേറ്റീവ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എഫ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണെന്ന് പറയും. ഇനി നമുക്ക് എന്താണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ബൈ ഡെഫിനിഷൻ ഓഫ് കൺസർവേറ്റീവ് ഫീൽഡ് വി ക്യാൻ ഫൈൻഡ് എ സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ആവുന്ന ഒരു ഫൈ അവിടെ എക്സിസ്റ്റ് ചെയ്യും. കാരണം നമ്മളിവിടെ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, അങ്ങനെ ഒരു ഫൈ അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫൈ എന്താണ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് കൺസർവേറ്റീവ് ഫീൽഡ് there exists a scalar valued function phi of xyz such that capital F is equal to del phi. ഓക്കെ, അങ്ങനെ ഫൈ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ, ഡെൽ ഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഇൻറ്റു കെ എന്ന് എഴുതാം അല്ലേ. എഫ് ക്യാൻ ബി റിട്ടേൺ ആസ് എഫ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പി ഇൻറ്റു ഐ പ്ലസ് ക്യൂ ഇൻറ്റു ജെ പ്ലസ് ആർ ഇൻറ്റു കെ എന്ന് എഴുതാം. എഴുതിക്കൂടെ. അപ്പോൾ നമ്മൾ ഇതിന് 2 സൈഡിലൊന്ന് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. കമ്പണൻറ്റ് വൈസ് ആയിട്ട് ഐൻ്റെ ടേംസ്, ജെയുടെ ടേംസ്, കെയുടെ ടേംസ് കമ്പണൻറ്റ് വൈസ് ആയിട്ട് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ അതിൻ്റെ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക്, ഡോ ഫൈ ബൈ പി ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു പി, ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ക്യൂ ആൻഡ് ഡോ ഫൈ ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, നമ്മൾ എഫിൻ്റെ കമ്പോണൻസ് ആണല്ലോ പി ക്യൂ ആർ എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ അത് എഴുതാട്ടോ നമ്മൾ. ദറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു പി എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് വൈ സെഡ് എന്നാണ് കേട്ടോ. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് വൈ സെഡ് പുട്ട് ആസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് എക്സ് സെഡ് മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്നാണ്. ഓക്കെ, it has 2. Then last dou phi by dou z is equal to xy plus z. Put it as equation number 3. Okay, അപ്പോൾ ഇത്ര വരെ ക്ലിയർ ആണല്ലോ. ജസ്റ്റ് നമ്മൾ ആദ്യം ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. Then by definition of conservative field there exists a function phi such that f is equal to del phi. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോം പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ എന്ന് എഴുതി. ഡെൽ ഫൈൻ്റെ ഡെഫിനിഷൻ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് ഇൻറ്റു കെ എന്ന് എഴുതി. ആ 2 സൈഡും ഇക്വേറ്റ് ചെയ്തു. ഐൻ്റെ ജെയുടെയും കെയുടെയും ടേംസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പിയും ക്യൂവും ആറും എഴുതി. ഇത്രയാണ്. ഈ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് കണ്ടുപിടിക്കുക. എക്സിലും വൈയിലും സെറ്റിലുള്ളൊരു സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, അതിനിപ്പോൾ 3 വേരിയബിളിൻ്റെ കേസാണ്, 2 വേരിയബിളിൻ്റെ കേസാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് തുടങ്ങും. ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലേ. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൺസിഡറിങ് വൈ ആൻഡ് സെഡ് ആസ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എങ്ങനെ?
വൈനെ സെറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ദെൻ അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈനെ സെറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യും. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ല, ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ഉണ്ടാവില്ല. ആൻസർ നമ്മൾ ചെയ്തു പ്ലസ് കെ എന്നിട്ട് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ചെയ്തില്ലേ, ആ കോൺസ്റ്റൻ്റ് ജസ്റ്റ് ഒരു കെ അല്ലെങ്കിൽ ഒരു സി എന്ന് ഇടുന്നതിന് പകരം നമ്മൾ അതിനെ ഒരു ഫങ്ഷൻ ഓഫ് വൈ ആൻഡ് സെറ്റ് എന്നാണ് എഴുതുക. അങ്ങനെ എഴുതാൻ കാരണം ഇവിടെ നമ്മൾ വൈയും സെറ്റും കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിൽ ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് എഴുതുമ്പോൾ ജി ഓഫ് വൈ സെറ്റ് ഇൻ ടേംസ് ഓഫ് വൈയിലും സെറ്റിലുള്ളൊരു ഫംഗ്ഷൻ ആണെന്ന് എടുക്കുക. അപ്പോൾ അത് പ്രശ്നം വരില്ല, കാരണം വൈ സെറ്റ് നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ഓൾറെഡി ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, ബാക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ ചെയ്യുമ്പോൾ പറയാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് മാറരുത്. ഇവിടെ നമ്മൾ എക്സിലാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് 5 കിട്ടണമെങ്കിൽ തിരിച്ച് എക്സ് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് കൺസിഡറിങ് y and z as constants. Then we get എന്താ കിട്ടുക, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ എങ്ങനെ എഴുതും, 5 ഓഫ് എക്സ് വൈ സെറ്റ് കേട്ടോ. ഇവിടെ 5/x ആണ്, തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 5 ആണ് കിട്ടില്ലേ. 5 ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു, ഒന്നും കൂടെ പറയുകയാണ്, വൈനെ സെറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, എക്സ് മാത്രമാണ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇ റേസ്റ്റ് എക്സിൻ്റെ കോസ് ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ്റ്റ് എക്സ് ആണ്, ഇതോടെ കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്. സോ എന്ന് തന്നെ വരും ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഇവിടെ എന്താണ് നമ്മൾ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരിക, നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് എ കോൺസ്റ്റൻറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക് ആൻസർ കെ സെറ്റ് എന്നാണല്ലോ. അപ്പോൾ ഇവിടുത്തെ വൈയും സെറ്റും കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഇതൊരു ടോട്ടൽ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും, എക്സ് വൈ സെറ്റ് എന്ന് വരും. ഡൗട്ടില്ലല്ലോ, ഇവിടെ വൈയും സെറ്റും നമ്മൾ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻറ്റഗ്രൽ ഓഫ് കെ ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്താൽ കെ സെറ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഇൻറ്റഗ്രൽ ഓഫ് വൈ സെറ്റ് ഡി എക്സ് എന്നാകുമ്പോൾ എന്താവും വൈ സെറ്റ് എക്സ് എന്ന് വരും. സോ അത് നമ്മൾ എക്സ് വൈ സെറ്റ് എന്ന് എഴുതുന്നുള്ളൂ. ഓക്കെ, പ്ലസ് ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് വേണം. അപ്പോൾ അതിന് കെ എന്നൊക്കെ ഇടുന്നതിന് പകരം ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഇൻ ടേംസ് ഓഫ് വൈ ആൻഡ് സെറ്റ്. വൈയും സെറ്റും കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ കോൺസ്റ്റൻറ്റിനെ ജി ഓഫ് വൈ സെറ്റ് എന്ന് കിട്ടും. ഓക്കെ, 5 ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് എക്സ് വൈ സെറ്റ് പ്ലസ് ജി ഓഫ് വൈ സെറ്റ്. ഓക്കെ, വേർ ജി ഓഫ് വൈ സെറ്റ് ഇസ് ദി here g of yz is the integration constant free from x. ഓക്കെ, എക്സ് ഉണ്ടാവില്ല കേട്ടോ, എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ, ബാക്കിയുള്ളൊക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഫ്രീ ഫ്രം എക്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുക. ആദ്യം ചെയ്ത് ഇക്വേഷൻ 1 ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു 5 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് അഗെയിൻ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും. ഇപ്പോൾ എക്സിൽ ചെയ്യുന്നത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ നമുക്കിവിടെ 5 ഓഫ് എക്സ് വൈ സെറ്റ് എന്നുള്ളത് എന്താണ് കിട്ടിയിട്ടുള്ളത്, ഇ റേസ് ടു എക്സിൻ്റെ കോസ് വൈ പ്ലസ് എക്സ് വൈ സെറ്റ് പ്ലസ് ജി ഓഫ് വൈ. ഇതൊരു ആർബിട്രറി ഫംഗ്ഷനാണ്. ഇനി ഇത് ഇത്രയും നമുക്കുണ്ട്, ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ ഈ ചെയ്യണത് എന്താ വെച്ചാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഒരു ഡോ ഫൈ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഇതിന് ചെയ്യുമ്പോൾ കിട്ടില്ലേ, ഇവിടെ ഓൾറെഡി ഒരു ഡോ ഫൈ ബൈ ഡോ വൈ ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് ജി ഓഫ് വൈ സെറ്റ് കിട്ടും. അതാണ് ചെയ്യുന്നത്. എഴുതാം. നൗ ഡിഫറൻഷിയേറ്റിംഗ്, അതിനൊരു ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കട്ടെ, നമ്മൾ 3 വരെയാണ് കൊടുത്തത്. ഇക്വേഷൻ നമ്പർ നൗ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 4 വിത്ത് റെസ്പെക്ട് ടു വൈ. partially differentiating with respect to y the equation number
4. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക അറിയാം ഇതിനാണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുന്നതുകൊണ്ട് ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈയിലാകുമ്പം ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ വൈ എന്നാണ്. മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ്. സോ എക്സ് സെറ്റ് എന്ന് വരും. ഇവിടെ എന്താ വരിക, ഇതൊരു ഫങ്ഷൻ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പാർഷ്യലി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡോ ജി ബൈ ഡോ വൈ. ഓക്കെ, ജി ഓഫ് വൈ, ജി ഇസ് എ ഫങ്ഷൻ ഇൻ ടേംസ് ഓഫ് വൈ ആൻഡ് സെറ്റ് ആണ്. അപ്പോൾ അതിലെ ജീനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ മാത്രം ചെയ്താൽ മതിയല്ലോ. നമുക്ക് ഡോ ജി ബൈ ഡോ വൈ എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 5 എന്നിടാം. ഇത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ ഉണ്ട്. ആദ്യം നമ്മളിവിടെ എഴുതിയതിൽ ഡോ ഫൈ ബൈ ഡോ വൈ ഉണ്ടല്ലോ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിന് രണ്ടിൻ്റെയും കൂടി രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോ ഫൈ ബൈ ഡോ വൈ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇക്വേഷൻ 2 and 5 we get ഇക്വേഷൻ നമ്പർ 2നെയും ഇക്വേഷൻ നമ്പർ 5നെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്താണ്, എക്സ് സെറ്റ് മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്നാണ്. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നതാണ് മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് എക്സ് സെറ്റ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ എന്ന്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടും, ഇ റൈസ് ഇത് രണ്ടും ക്യാൻസലാവും, ഇത് രണ്ടും ക്യാൻസലാവും. സോ നമുക്ക് എന്താണ് കിട്ടുക, ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആണ് കിട്ടും. ഓക്കെ, എന്താ കിട്ടിയത്, ഡോ ജി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. വിച്ച് ഇംപ്ലൈസ് ഇത് എന്താണ്, ഡോ ജി ബൈ ഡോ വൈ, അതായത് ജി എന്നുള്ളൊരു ഫംഗ്ഷൻ ജി ഓഫ് വൈ സെറ്റ്, ജി ഇസ് എ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് വൈ ആൻഡ് സെറ്റ് ആണല്ലോ. പക്ഷേ നമ്മളിവിടെ പാർഷ്യലി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തപ്പം 0 എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി ഇസ് എ ഫങ്ഷൻ ഓഫ് സെറ്റ് ഒള്ളിയാണെന്ന് പറയാൻ പറ്റില്ലേ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പം അതിൻ്റെ ആൻസർ 0 വന്നത് എന്തുകൊണ്ടാണ്, അതിൽ വൈ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ജി ഈസ് എ ഫങ്ഷൻ ഓഫ് സെറ്റ് ഒള്ളിയാണെന്ന് പറയാം. ഓക്കെ, സിംപ്ലൈസ് ദാറ്റ് ജി ഈസ് എ ഫങ്ഷൻ ഓഫ് സെറ്റ് അല്ലോ. So take g of yz is equal to some h of z. g of yz നമ്മൾ ആദ്യം എടുത്തു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, എന്ത് കൺക്ലൂഡ് ചെയ്തു, ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് സെറ്റ് ഉള്ളി ആയതുകൊണ്ട് തന്നെ ജി ഓഫ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു സം എച്ച് ഓഫ് സെറ്റ് ആണെന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും, ഈ വാല്യൂ ഉണ്ടല്ലോ ഈ എച്ച് ഓഫ് സെറ്റ്, ജി ഓഫ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് സെറ്റ്, നമ്മൾ ഏത് വരെ നമ്പർ ഇട്ട് കൊടുത്തത് 5 വരെയാണ്. സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. ഇനി ഇക്വേഷൻ നമ്പർ 6 നമ്മുടെ ഇക്വേഷൻ നമ്പർ 4ൽ പുട്ട് ചെയ്യാം. ഓക്കെ, പുട്ട് ഇക്വേഷൻ 6 ഇൻ ഇക്വേഷൻ 4 വി ഗെറ്റ് എന്താ കിട്ടുക, ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് എക്സ് വൈ സെറ്റ് പ്ലസ് അവിടെ ജി ഓഫ് വൈ സെറ്റ് എന്നാണ്. ജി ഓഫ് വൈ സെറ്റ് നമുക്കിപ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്, എച്ച് ഓഫ് സെറ്റ് ആണ് കിട്ടി. ഓക്കെ, ഇതാണ് എച്ച് ഓഫ് സെറ്റ്. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് നമ്മൾ എഴുതിയത് ഡോ ഫൈ ബൈ ഡോ സെറ്റും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതുമായിട്ട് കമ്പയർ ചെയ്തതിന് ഒന്നുകൂടെ അഗെയിൻ partially differentiating equation number 7. ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ partially differentiating equation number 7 with respect to z. Okay, partially differentiating equation number 7 with respect to z. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു സെറ്റിലായതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ഏതെങ്കിലും സെറ്റ് ഉണ്ടോ, ഇല്ല, 0 എന്ന് വരും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെറ്റ് എന്ന് പറയുമ്പം
എക്സ് വൈ എന്ന് വരും. ഇത് വിത്ത് റെസ്പെക്ട് ടു സെറ്റ് ആണ്. അപ്പോൾ ഇതൊരു സെറ്റ് ഒള്ളി ഫംഗ്ഷനാണ്, ഒള്ളി സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡി എച്ച് ബൈ ഡി സെറ്റ് എന്ന് ഇടാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡിക്ക് പകരം ഡോ എന്ന് കൊടുക്കുന്നത്. ഇവിടെ ഓൾറെഡി സെറ്റ് ഒള്ളി ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡി എച്ച് ബൈ ഡി സെറ്റ് എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഡി എച്ച് ബൈ ഡി സെറ്റ് എന്ന് കിട്ടി. ഓക്കെ, put it as equation number 8. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഡോ ഫൈ ബൈ ഡോ സെറ്റ് എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 3 ആണ്. now equating equation number 3 and 8. okay, we get എന്താണ് ഇക്വേഷൻ നമ്പർ 3യും 8ഉം കൂടെ കൊടുത്ത 3 എന്തായിരുന്നു, എക്സ് വൈ പ്ലസ് സെറ്റ് എന്നാണ് ഇക്വേഷൻ നമ്പർ 3യിലുള്ളത്. ഇവിടെ 8ലുള്ളതോ എക്സ് വൈ പ്ലസ് ഡി എച്ച് ബൈ ഡി സെറ്റ്. സോ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ എക്സ് വൈയും ക്യാൻസൽ ചെയ്ത് പോയാൽ ഡി എച്ച് ബൈ ഡി സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ആണ് കിട്ടും. ഓക്കെ, ഡി എച്ച് ബൈ ഡി സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ആണ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ഇതിനെ, ഈ ഒരു ഫംഗ്ഷൻ, ഇത് സിംഗിൾ ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് കിട്ടും, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് സെറ്റ്, വിത്ത് റെസ്പെക്ട് ടു സെറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് കിട്ടാം. ജസ്റ്റ് എച്ച് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ബൈ 2. ദെൻ നമുക്കിവിടെ ഒന്നുമില്ല, സം കോൺസ്റ്റൻറ്റ് കെ എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ക്യാൻസൽ ചെയ്ത് പോയി, എക്സ് വൈയും ക്യാൻസൽ ചെയ്ത് പോയാൽ ഡി എച്ച് ബൈ ഡി സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് എന്ന് കിട്ടി. ഓൺലി സെറ്റിൽ മാത്രമുള്ളൊരു ഇൻ്റഗ്രേഷൻ അല്ലെ, നോർമൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ എന്താണ്, ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്നു, എച്ച് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് സെറ്റ് എന്ന് പറയുമ്പം സെഡ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് കൊടുക്കുക. ഓക്കെ, ഓക്കെ, പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 9. അഗെയിൻ put equation number 9 in equation number 4. Finally we get 4 അല്ല കേട്ടോ, ഇവിടെ നമ്മൾ 7 അല്ലേ, 7 ആണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നത് എച്ച് ഓഫ് സെറ്റ് അല്ലേ. ഇപ്പോൾ എന്താ കിട്ടുക, 5 ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു 5 of x y z is equal to e raised to x into cos y plus x y z plus h of z എന്നാണ്. h of z എന്താണ് കിട്ടി നമുക്ക്, z square by 2 plus k is the potential function for the given f. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. മനസ്സിലായോ? ഒരു പ്രോബ്ലം മാത്രം ചെയ്താൽ ചിലപ്പോൾ മനസ്സിലായിക്കോളുന്നില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ എഫ് തന്നു, ആ എഫിനെ അതൊരു കൺസർവേറ്റീവ് ഫീൽഡാണെന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു. ദെൻ കൺസർവേറ്റീവ് ഫീൽഡാണെങ്കിൽ അവിടെ ഒരു ഫൈ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് ആ ഫൈൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ തന്ന എഫ് കിട്ടുമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫൈ കണ്ടുപിടിക്കാം. അതിന് വേണമെങ്കിൽ ഡൗട്ടുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ സെറ്റ് കണ്ടിട്ട് ചെക്ക് ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള എഫ് കിട്ടും. ഡൗട്ട്സ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നുള്ള എഫിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചത്. അപ്പോൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഇല്ലേ, അതൊരു കമ്പോണൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തു. പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യില്ല, അതിന് കമ്പോണൻറ്റ് വൈസ് ആയിട്ട് പിയും ക്യൂവും ആറും നമ്മൾ ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ സെറ്റ് അതിനെ ആ ഒരു രീതിയിൽ എഴുതി അല്ലേ. കൺസർവേറ്റീവ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൺസിഡറിങ് വൈ ആൻഡ് സെറ്റ് ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാകും, കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആയിട്ട് നമ്മൾ വൈയിലും സെറ്റിലുള്ളൊരു ഫംഗ്ഷൻ എടുത്തു, അവിടെ ജി ഓഫ് വൈ സെറ്റ്. ദെൻ നമ്മൾ ചെയ്തത് ആ കിട്ടിയ ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് വൈ സെറ്റിനെ
പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് ചെയ്തു. ഡോ ഫൈ ബൈ ഡോ വൈ. അപ്പോൾ നമുക്ക് ഓൾറെഡി ആദ്യം ഒരു ഡോ ഫൈ ബൈ ഡോ വൈ ഉണ്ടാവും. അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ആ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ജി ഓഫ് ഐ സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു സിംഗിൾ ഫംഗ്ഷനിലേക്ക് ജി ഓഫ് സെറ്റ് എച്ച് ഓഫ് സെറ്റ് എന്നുള്ളൊരു സിംഗിൾ ഫംഗ്ഷനിലേക്ക് ചെയ്തു. എഗെയിൻ നമ്മൾ ആ കിട്ടിയ ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെറ്റ് ചെയ്യുക. വീണ്ടും ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുക. അവിടുന്ന് എച്ച് ഓഫ് സെറ്റിന് നമുക്കൊരു വാല്യൂ കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്തത്, പിന്നൊക്കെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അതാണ് ചെയ്തത്. ഓക്കെ, ഒരു വൺ മോർ പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ഇൻറ്റു ഐ പ്ലസ് എക്സ് പ്ലസ് വൈ ക്യൂബ് ഇൻറ്റു ജെ ഈസ് കൺസർവേറ്റീവ് ആൻഡ് ഹെൻസ് ഫൈൻഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ ഇറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ 2 സ്പേസുകളല്ലേ, 2 വേരിയബിളുള്ള എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 സ്പേസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം അത് നമ്മോട് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗിവൺ കമ്പോണൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഗിവൺ പി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ക്യൂബ്. ഓക്കെ, അപ്പോൾ 2 വേരിയബിൾ ആകുമ്പോൾ തന്നെ നമുക്ക് എന്താണുള്ളത്? ഡോ പി ബൈ ഡോ വൈ വേണം, ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഇത് രണ്ടുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡോ പി ബൈ ഡോ വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്, സോ ഇറ്റ് ഈസ് 1 ആണെന്ന് കിട്ടും. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ 1 ആണ്, സോ ഡോ പി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഗിവൺ എഫ് ഈസ് കൺസർവേറ്റീവ്. അല്ലേ, കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് സോ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് എ സ്കാലാർ വാല്യൂഡ് ഫങ്ഷൻ phi of xyz such that del phi is equal to f ആണ് അല്ലേ. അങ്ങനെ ഒരു ഫങ്ഷൻ ഫൈ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഐ പ്ലസ് ക്യൂ ജെ ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് പറയുമ്പം ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജെ എന്ന്. which implies that dou phi by dou x is equal to p and dou phi by dou y is equal to q, which implies that dou phi by dou x is equal to p എന്ന് പറഞ്ഞാൽ എന്താണ്? x cube plus y. dou phi by dou y is equal to q എന്ന് പറഞ്ഞാൽ x plus y cube. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പോൾ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ആസ് 2. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഇക്വേഷന് പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് പാർഷ്യലി ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ട്രീറ്റിംഗ് അനദർ വേരിയബിൾ ആസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ 2 സ്പേസ് ആയതുകൊണ്ട് ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വൈനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്. ഓക്കെ, ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 with respect to x considering y as constant. Okay, integrating equation 1 with respect to x considering y as constant. ഇപ്പോൾ എന്താ കിട്ടും നമുക്ക്? റെസ്പെക്ട് എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ phi of xyz is equal to എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പം x raised to 4 by 4 പ്ലസ് എന്താണ്? വൈനെ ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് വൈ എന്ന് പറയുമ്പം y
എക്സ് ഓക്കെ പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാകും. ആ കോൺസ്റ്റൻ്റ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് വൈയിലുള്ളൊരു ഫംഗ്ഷനായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ജി ഓഫ് വൈ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4/4. ഇൻ്റഗ്രൽ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു. ഇൻ്റഗ്രൽ ഓഫ് വൈ ഡി എക്സ് എന്ന് പറയുമ്പം വൈ എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്തു ഇൻ ടേംസ് ഓഫ് വൈയിലുള്ളൊരു ഫംഗ്ഷൻ ജി ഓഫ് വൈ എന്ന് എടുത്തു. കാരണം വൈ എന്താണ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി നമ്മളെന്താണ് പറഞ്ഞപ്പോൾ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഈ ഫംഗ്ഷനെ അഗെയിൻ പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 3 വിത്ത് റെസ്പെക്ട് ടു y. Okay, partially differentiating equation number 3 with respect to y. അപ്പം നമുക്ക് എന്താണ് കിട്ടുക? ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പം എക്സ് എന്ന് വരും. ഇതെന്താ വരിക? പ്ലസ് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഡി ജി ബൈ ഡി വൈ. ഓക്കെ, ഒള്ളി വൈയിൽ മാത്രമുള്ളൊരു സിംഗിൾ വേരി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഇടേണ്ട ആവശ്യമില്ല. ഡി ജി ബൈ ഡി വൈ എന്നിടാം. ഓക്കെ, പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി ഒരു ഡോ ഫൈ ബൈ ഡോ വൈ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഇക്വേറ്റിംഗ് 2 and 4. Now equating 2 and 4 we get 2 ഉം 4 കൂടെ ഇക്വേറ്റ് ചെയ്ത് എന്താ കിട്ടുക? ഇവിടെ എക്സ് പ്ലസ് വൈ ക്യൂബ് അല്ലേ ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ എക്സ് പ്ലസ് ഡി ജി ബൈ ഡി വൈ എന്നാണ്. എക്സ് എക്സും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് ഡി ജി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു വൈ ക്യൂബ് എന്ന് കിട്ടും. എന്താണ് കിട്ടിയത്? ഡി ജി ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു വൈ ക്യൂബ് എന്ന് കിട്ടി. ഓക്കെ, ഇത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു സിംഗിൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ മാത്രമുള്ള ഒറ്റ സിംഗിൾ വേരിയബിളുള്ളൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് നോർമൽ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മതി. ഓക്കെ, നൗ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ വി ഗെറ്റ് ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ കിട്ടുക? ഡി ജി ബൈ ഡി വൈ എന്ന് വെച്ചോ ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻറ്റഗ്രൽ ഓഫ് വൈ ക്യൂബ് എന്ന് പറയുമ്പം വൈ റേസ് ടു 4/4 പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കെ. ഓക്കെ, പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 5. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 5 എന്നുള്ളത് നമ്മളിവിടെ എന്താണ് ജി ഓഫ് വൈ എന്ന് കൊടുത്തത് എവിടെയായിരുന്നു? ഇവിടെ അല്ലേ? ഇക്വേഷൻ നമ്പർ 3യിൽ പുട്ട് ചെയ്യാം. പുട്ട് ഇക്വേഷൻ 5 in equation 3 we get എന്താ കിട്ടുക? ഇക്വേഷൻ 5 ഇക്വേഷൻ 3യിൽ പുട്ട് ചെയ്താൽ ഫൈ ഓഫ് എക്സ് വൈ സോറി കേട്ടോ, ഇവിടെ ഫൈ ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് എഴുതിയിരുന്നു. ഇവിടെ സോറി മറന്ന് എഴുതി കേട്ടോ, കാരണം സെറ്റ് വേണ്ട. ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈയിൽ മാത്രമുള്ളൊരു ഫംഗ്ഷനാണ്. 2 വേരിയബിളിൻ്റെ കേസാണ്, 2 സ്പേസിലുള്ളതായതുകൊണ്ട് തന്നെ മാറി എഴുതിയതാണ് കേട്ടോ. സോ ഫൈ ഓഫ് എക്സ് വൈ എന്ന് മാത്രം മതി. സോ എന്ത് വരും? ഫൈ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4/4 പ്ലസ് വൈ എക്സ് പ്ലസ് ജി ഓഫ് വൈ എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ? വൈ റൈസ് ടു 4/4 പ്ലസ് കെ ഈസ് ദി പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഫോർ ദി ഗിവൺ എഫ്.